പൊട്ടിക്കട്ടെ. ആ പൊട്ടിച്ചു. പെട്ടി പൊട്ടിക്കാൻ പോ. നോക്കി അങ്ങോട്ട് വെക്കണ്ട. അവിടെ. ഹായ് സുഹൃത്തുക്കളെ, ക്യാച്ച് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ മോനെ ഇടങ്ങിരി നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ US നിന്ന് വന്നിട്ടൊരു 15 ദിവസം ആവുകയാണ്. ഇപ്പോൾ US അന്ന് വന്ന അവസരത്തിൽ ഞാനൊരു സ്പെഷ്യൽ പെട്ടിക്കകത്തിൽ ഒരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം എന്ന് പറയുമ്പോൾ ഞാനവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ മുറിയിലുണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. വളരെ ഇതായിട്ട് പാക്ക് ചെയ്ത് പെട്ടിയിലേക്ക് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവരികയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ എയർപോർട്ടിൽ വെച്ചിട്ട് ആ ഒരു പെട്ടി കാരണം തന്നെ അതിനകത്തിൽ എന്തോ ഭയങ്കര സംഭവം ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായി. അതായത് മയാമിയിലെ പോലീസിൻ്റെ വക ചെക്കിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഒരു ദിവസം എൻ്റെ ഫ്ലൈറ്റ് ലേറ്റായിട്ട് പോയിട്ട് അടുത്ത ദിവസമാണ് എനിക്ക് വരേണ്ടതായിട്ട് പോലും വന്നത്. അപ്പം അതെൻ്റെ വൈഫിന് വേണ്ടിയായിരുന്നു. അപ്പം ആ പെട്ടിയിലുള്ള ഐറ്റം ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാധനം നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടി പൊട്ടിക്കാൻ പോ. നോക്കി അങ്ങോട്ട് വെക്കണ്ട. അവിടെ. പൊട്ടിക്കട്ടെ. ആ പൊട്ടിച്ചു. തുറന്നോ. ഇതാണ് നമ്മുടെ തയ്യൽ മെഷീൻ, ഇലക്ട്രോണിക് തയ്യൽ മെഷീനാണ്. കൊണ്ടുവന്നപ്പോ കുറച്ച് പൊടി ആണല്ലോ. ഇതെന്താണ് ശ്രീകുട്ടി, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു? ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഇതെന്താ ശ്രീകുട്ടി ഇത് ആക്ച്വലി? ഇത് ഇലക്ട്രിക് മെഷീനാണ്. എന്തിന് ബാപ്പ എന്ന് പറഞ്ഞ കാര്യം? എന്താണ് പ്രശ്നം? ഇത് ആക്ച്വലി എന്തോ ശ്രീകുട്ടി, ഇതിനെ കുറിച്ച് എനിക്ക് പറയാനെന്ന് പറയുന്നത് ഇത് എന്താന്ന് പറഞ്ഞേ? ഇതെന്ന് പറയുമ്പോ ഇലക്ട്രിക് സ്വിങ് മെഷീനാണ്, തയ്യൽ മെഷീനാണ്. അപ്പോൾ ഇത് ജാനോം എന്നാണ് ഇതിന്റെ ഒരു ടൈപ്പിന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എടുത്തോണ്ട് പോയിട്ട് എവിടെ വേണമെങ്കിലും നമ്മുടെ ടേബിൾ ടോപ്പ് ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കിത് തയ്ക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള സിംഗറിന്റെ മെഷീനാണ്. കുറച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ത്രെഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കണ്ണ് കാണാൻ നമ്മളിപ്പം ബുദ്ധിമുട്ടല്ലേ ത്രെഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ട്. ചിലർ അത് ഈസി ആയിട്ട് ചെയ്യും, ചിലർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ത്രെഡിങ് വളരെ ടാസ്ക്കായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ നൂല് പൊട്ടിപ്പോകുന്നൊരവസരത്തിൽ പെട്ടെന്ന് ത്രെഡ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്തിലുണ്ട്. താഴെ ഒരു സ്വിച്ച് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തിൽ മൊത്തം 13 ടൈപ്പ് തയ്യലും അതുപോലെ തന്നെ ബട്ടൺ ഹോൾ സഹിതം ഇതിൻ്റെ അകത്തിൽ തയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തിൽ നീഡിൽ പൊസിഷൻ, ടെൻഷൻ എല്ലാം നമുക്ക് വിത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അടിനൂലുണ്ടല്ലോ, അടിനൂല് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അടിനൂല് വെക്കാനായിട്ട് പ്രത്യേകം ഒരു ബോബിനും ഒക്കെ ഉണ്ട്. അതിൽ വെച്ചിട്ട് നമുക്കത് നൂല് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മോട്ടർ ഇതിന്റെ ഡീറ്റാച്ചബിൾ ആണ്, നമുക്ക് ഊരിയിട്ട്. ഇതിന് നിലവിലെ എത്ര രൂപ പ്രൈസ് ആണ് ആക്ച്വലി ഇപ്പൊ നിലവിൽ? ഇതിനിപ്പോ നമ്മള് ഓൺലൈനിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 25,000 to 27,000 ആണ്. ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ 2 മോഡലുണ്ട്. സിംഗർ ഹെവി ഡ്യൂട്ടിയുടെ 4411 4421 അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇത് 4421 ആണെന്നാണ്. നമ്മൾ ഈ ആമസോണിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് 4411 ആണ്. അതായത് ഓട്ടോമാറ്റിക് ഇല്ലാത്തതാണ്. അതിന് തന്നെ ഏകദേശം 25,000 അടുത്ത് വരുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇതിനെന്തായാലും അതിൽ കുറച്ചുകൂടെ ഒരു 30,000 അടുത്തൊക്കെ വരും എന്ന് തോന്നുന്നു. പിന്നെ സിംഗറിന് തന്നെ പല ഇതുണ്ടല്ലോ, പല ബ്രാൻഡ് ഉണ്ടല്ലോ. ഇത് പക്ക ഈ മെഷീന്റെ കാര്യം കേട്ടോ പറഞ്ഞത്, ഹെവി ഡ്യൂട്ടി സിംഗർ, അതിന്റെ തന്നെ കാര്യമാണ് പറഞ്ഞത്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് നമുക്ക് ത്രെഡിങ്ങും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ അടിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാലും ജസ്റ്റ് നമ്മൾ ആ നൂലിടുന്നതും ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. നമുക്ക് ഇതൊരു ടേബിളിലോട്ട് വെക്കാം ആദ്യം. അതെ അതെ അതെ, ജാനോ മെഷീൻ ആണ് ഇങ്ങനെ എടുത്തുകൊണ്ടാൻ പറ്റും. വളരെ ചെറുതാണെന്ന അല്ലേ? അതെ അതെ അതെ.
ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കറണ്ട് കണക്ഷൻ ഉള്ള സ്ഥലത്തിന് അടുത്തായിട്ട് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഒന്നുകിൽ മൾട്ടിപ്ലഗ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചിനടുത്തുള്ള സ്ഥലത്ത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ വയർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ വയർ എക്സ്റ്റൻഷനാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു പ്രസ്സർ തുറക്കാം. ഇത് കണ്ടോ, ഇതിട്ട് നമ്മളിങ്ങനെ ചിലർ കൈ കൊണ്ട് ചെയ്യുന്നവരുണ്ട്, ഞാൻ കാലുകൊണ്ടാണ് യൂസ് ചെയ്തത്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തയ്യൽ സ്റ്റാർട്ട് ആവുന്നത്. അതായത് കറണ്ട് കണക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാല് കൊണ്ടിട്ട് ഇത് ഇങ്ങനെ അമക്കുമ്പോഴാണ് നമ്മൾ തയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അത് എടുക്കരുതെന്ന് പറഞ്ഞില്ലേ കുഞ്ഞിനോട്? അതായത് അതിന് ഒരു എക്സ്റ്റൻഷൻ പ്ലഗും നടുവിൽ ഇങ്ങനെ ഒരു 3 പ്ലഗ് ഉണ്ട്. ഈ 3 പ്ലഗ് ആണ് നമ്മുടെ തയ്യൽ മെഷീനോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ കാല് വിട്ടു. കാല് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിൽക്കും. റിവേഴ്സ് ഇപ്പം ഞാൻ കാണിച്ചു കണ്ടോ. റിവേഴ്സ് ആകുമ്പോൾ അവിടെ തന്നെ നിന്നിട്ട് ഭയങ്കര സ്പീഡാണ്. നമ്മൾ കാല് നമ്മുടെ പ്രസ് ചെയ്യുന്ന പോലെ ഇരിക്കും സ്പീഡ്. പതിയെ പ്രസ് ചെയ്താൽ, അതായത് എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതിന്റെ സ്പീഡ്. അതെ അതെ അതെ. ദേ കണ്ടോ, നല്ല പക്കായിട്ടാണ് തയ്യൽ കിട്ടിയിട്ടുള്ളത്. ഇത് ഈ ഒരു തയ്യലിൻ്റെ ലെങ്തും എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തയ്യലിൻ്റെ ആ ഒരു ആംഗിളാണ്. കണ്ടോ, തൊട്ടിപ്പുറത്ത് തയ്ച്ചേക്കുന്നതിൻ്റെ വിട്ട് കുറച്ച് കൂടുതലാണ്. ഞാനിപ്പോൾ തയ്ച്ചേക്കുന്നതിൻ്റെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. അതാണ് വിട്ട്. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡും സെയിം ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇല്ല, ഒരേ തയ്യലാകുമ്പോൾ ഇതിപ്പോൾ ഇപ്പുറത്തേന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആ നൂലിൻ്റെ ഒരു ചെറിയ ത്രെഡിങ്ങിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പുറത്തേത് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ടെൻഷൻ നമുക്ക് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ, അതായത് ടെൻഷൻ കുറയ്ക്കുകയും കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈറ്റായിട്ട് കിട്ടും. കണ്ടോ, ഈ ഒരു പാട്ടെന്ന് പറയുന്നത് കണ്ടോ, അടിനൂലിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാനോ, അതായത് അടിനൂല് കുറച്ചുകൂടെ നമുക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് അടിനൂല് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൈ ഇടാനും വെക്കാനും ഒക്കെ സാധിക്കും. നമ്മൾ തിരിച്ചിത് വെക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും സമയമുള്ളപ്പോൾ ഇനി ഇതേപോലത്തെ മറ്റ് വീഡിയോയിലോട്ട് നമ്മൾ ഇനിയും വരാം. ഓക്കെ, അതുവരേക്കും ബൈ.